യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 27-ാമത് വചനം. അവൻ തൻ്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു എന്ന വാക്കുകളാണ്. പാപത്തോട് പാപം ചേർക്കുന്ന, തിന്മയോട് തിന്മ ചേർക്കുന്ന, ദുഷ്ടതയോട് ദുഷ്ടത ചേർക്കുന്ന നിരവധി വ്യക്തികളെ നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയാറുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മാലാവോളം നന്മ ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എബ്രായ ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തോട് കൂടെ വസിപ്പാൻ ആഴമായ സമർപ്പണം ചെയ്തിട്ടുള്ള ആളുകൾ ആ നിലകളിൽ പാപം വിട്ട്, ദ്രോഹം വിട്ട്, തിന്മ വിട്ട് ജീവിച്ചു എങ്കിലും പിന്നത്തേതിൽ അവർ പ്രാപിച്ചതായ ദർശനവും കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടിട്ട് അവരനുഭവിച്ചതായ സ്വർഗീയ ദാനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച നല്ല വചനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആ ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ പാപം ചെയ്യുന്നവരും ദ്രോഹം പ്രവർത്തിക്കുന്നവരുമായി തീരുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നവർ ചെയ്യുന്നത് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആണെന്നും അവരുടെ ദ്രോഹപ്രവർത്തികളിൽ നിന്ന്, അവരുടെ പാപവഴികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുന്നില്ലെന്നും ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ വരുമ്പോഴും പറയുന്നത് സ്വർഗീയമായ ദർശനം നഷ്ടപ്പെട്ട ആളുകൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവരായിത്തീരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ വാക്യങ്ങൾക്കുള്ളിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തോട് പാപം കൂട്ടുന്ന ആളുകൾ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത തലത്തിൽ അവർ തിന്മ പ്രവർത്തികളിലേക്ക്, ദോഷവഴികളിലേക്ക്, അനീതിയുടെ വഴികളിലേക്ക് അവർ നടന്നു നീങ്ങുന്നു എന്നും അവർ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരും കർത്താവിനെ പിന്നെയും ക്രൂശിക്കുന്നവരുമായിത്തീരുന്നു എന്നും ഓർപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലകളിൽ സ്വർഗീയമായ ദർശനം നഷ്ടപ്പെടുത്തി പാപത്തോട് പാപം കൂട്ടി, തിന്മയോട് തിന്മ കൂട്ടി മുൻപോട്ട് കടന്നു പോകുന്നവരായി തീരുക എന്നതല്ല. മറിച്ച് കുറ്റബോധമുള്ളവരായി, ഏറ്റുപറയുന്നവരായി, ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്ന് കരുണയും ദൈവാനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരുമായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്
എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തോട് പാപം ചേർക്കുന്നവരായിട്ടല്ല, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരായിട്ടല്ല, നന്മ ചെയ്യുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അധികം നന്മ ചെയ്ത് ദൈവത്തോടും ദൈവവചനത്തോടും കൂറുപുലർത്തി നിർമ്മല ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.